രാജ്യത്ത് കുതിച്ചുയർന്ന ഇന്ധനവില പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 84 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ 8 തവണയും തുടർച്ചയായ 6ാം ദിവസവുമാണ് ഇന്ധനവില കൂട്ടുന്നത്. 9 ദിവസം കൊണ്ട് പെട്രോളിന് 6 രൂപ 1 പൈസയും ഡീസലിന് 5 രൂപ 84 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിലും തിരുവനന്തപുരത്തും പെട്രോൾ വില 110 കടന്നു. ലിനിഷ മങ്ങാട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ലിനിഷ, തുടർച്ചയായ ദിവസങ്ങളിലുള്ള വില വർധനവ് ഇപ്പോൾ ലിനിഷയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെട്രോൾ പമ്പിലാണ്, ഇന്ധന വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാകുന്നു. അവിടെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടോ? അവരുടെ പ്രതികരണം ഏതായാലും ഓരോ ദിവസവും വില കൂടുകയാണ്. ഇനി വരും ദിവസങ്ങളിലൊക്കെ എത്രയാകും എന്നുള്ളതൊന്നും നമുക്ക് നിഗമനത്തിൽ എത്താൻ സാധ്യമല്ല. ഏതായാലും വർധനവാണ്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? രഞ്ജിത്ത്, ഞാനുള്ളത് ഇപ്പോൾ കോഴിക്കോട് പമ്പിലാണ്. ഇവിടെ ആളുകളുടെ നീണ്ട ക്യൂ തന്നെയുണ്ട്. പെട്രോൾ വില വർധനവ്, ദിവസേന ഉണ്ടാവുന്ന പെട്രോൾ വില വർധനവ് മൂലം ആളുകൾ രാവിലെ തന്നെ വലിയ ക്യൂ ആണ് നമുക്ക് പമ്പുകളിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഡീസലിന് 97 രൂപ 61 പൈസയാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെ പെട്രോളിന് വില കൂടുതൽ ഇപ്പോൾ ഒരു സ്ഥിരമായുള്ളൊരു പരിപാടിയാണല്ലോ. ജനങ്ങളെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. പെട്രോളിന് വില കൂടുമ്പം ബാക്കിയുള്ള എല്ലാത്തിനും വില കൂടും. ഈ മോദി സർക്കാരിന്റെ ഈ നിലപാട് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ദിവസേനയുള്ള വില കൂടൽ ആളുകളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ച കൊണ്ട് ഇത്രയും രൂപ കൂടിയതിനാൽ തന്നെ ആളുകൾ വലിയ രീതിയിൽ രാവിലെ എത്തിയിട്ടുണ്ട്. ഇനിയും വില കൂടാമെന്നുള്ള തോന്നൽ കൊണ്ടാവാം അത് വലിയ തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാവുന്നതാണ് കാണുന്നത്. ചേട്ടാ, 62 റുപ്യ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് 25 രൂപ ആക്കി തന്നെ. ഇപ്പൊ 95 റുപ്യയും ചില്ലറയാണ്. ഇപ്പോഴും നമ്മൾ 25-ലാണ് ഓടുന്നത്. ചാർജ് കൂട്ടി തന്നിട്ടില്ല. ഇനിയും കൂടിയും കൊണ്ട് നിൽക്കണം. നിത്യോപയോഗ സാധനത്തിന് വില കൂടിയും കൊണ്ട് നിൽക്കും. നമ്മളത് മാത്രമല്ല, ഓട്ടോ ഇല്ലാത്ത മാതിരി അപ്പൊ പോണത്. എനിക്കുള്ള വകുപ്പില്ല, അതിനുള്ള സംവിധാനമല്ല. ആദ്യത്തെ മാതിരില്ല. ഇപ്പൊ എണ്ണ അടിച്ചാൽ ഓടാനുള്ള കാലി ഓടണം, റോഡിൽ ബ്ലോക്ക് കുടിക്കാലും എണ്ണ തീർന്നു പോവാണ്. അപ്പൊ അതിനുള്ള സംവിധാനത്തിൽ എപ്പോൾ ഉള്ളത്. ചാർജ് വർധനവും ഇല്ല. അപ്പൊ ഇതിന് കൂടാൻ നിന്നുണ്ടെങ്കിൽ നിത്യോപയോഗ സാധനത്തിനും കൂടിയും കൊണ്ട് വെക്കും. നമ്മളെ കാര്യം മാത്രമല്ല, അതാണ് ജനങ്ങൾ ബുദ്ധിമുട്ടാന്നല്ലാണ്ട് വേറൊന്നും ഇല്ല ഇതില്. അതാണ് ജനങ്ങൾ ബുദ്ധിമുട്ടാവുകയാണ്. നമ്മൾ എല്ലാ തവണയും പെട്രോളിന് വില കൂടുമ്പോൾ ഇതുപോലെ വന്ന് ഇവരെ ആളുകളെ കാണാറുണ്ട്. നമുക്ക് എല്ലാ തവണയും ഇവർ പറയുന്നത് തന്നെയാണ്, ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇത്. കൂടുകയല്ലാതെ യാതൊരു തരത്തിലും ആളുകളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയും അല്ലെങ്കിൽ പെട്രോൾ വിലയുടെ കാര്യത്തിൽ വർദ്ധിക്കുന്നില്ല. ഈ പെട്രോൾ വില വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള അടിസ്ഥാന ആവശ്യങ്ങളും സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ആളുകൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് രഞ്ജിത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസവും ഇപ്പോൾ 110 കടന്ന സാഹചര്യമുണ്ട്. പെട്രോളിന്, ഡീസലിന് ഏതാണ്ട് വില 100-നോട് അടുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം പൊതുജനങ്ങൾക്കുണ്ട്. പെട്രോൾ പമ്പുകളിലൊക്കെ ഇപ്പോൾ ലിനിഷ് നിൽക്കുന്ന പമ്പിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രാവിലെ വരും ദിവസങ്ങളിലും സമാനമായ വില വർധനവ് തന്നെ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. ലിൻഷ മങ്ങാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.